ഇപ്പോ രണ്ടു കാര്യങ്ങളാണ്. ഒന്ന്, ശ്രീ റെജി ലൂക്കോസ് ഉപയോഗിച്ചൊരു വാക്ക്, അത് കേരള പ്രദേശ് വേണുഗോപാൽ കമ്മിറ്റി എന്നുള്ളതാണ്. AI ഗ്രൂപ്പുകൾ വളരെ സജീവമായിരുന്ന കാലത്ത് നേരത്തെ ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം ഒക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. എങ്ങനെയാണ് ഇതിന്റെ ഫോർമുല ഉണ്ടാകുന്നത് എന്നുള്ളത് സംബന്ധിച്ച് പ്രശ്നങ്ങളുണ്ടാകും, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. പക്ഷേ നേതാക്കൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അതിൽ പരിഹാരമുണ്ടാക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിപ്പോ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് വളരെ പ്രകടമാണ്. അതിനു മുമ്പ് KSU സംസ്ഥാന അധ്യക്ഷ തെരഞ്ഞെടുപ്പിന്റെ സമയത്തും വളരെ പ്രകടമായിരുന്നു. KC വേണുഗോപാൽ എന്ന് പറയുന്ന ഒരു ഫാക്ടർ, അടുത്ത നിയമസഭാ സമ്മേളനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു സംഘടനാ രീതി, ഇതൊക്കെ വളരെ പ്രകടമാവുകയാണോ? അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ ഡയറക്റ്റായിട്ടൊരു ചോദ്യം ആണത്. വളരെ ഡയറക്റ്റായിട്ടൊരു ഉത്തരം പറയാൻ നമ്മുടെ പക്കൽ തെളിവുകളില്ല. പക്ഷേ വേണമെങ്കിൽ വരികൾക്കിടയിലൂടെ പലതും നമുക്ക് വായിച്ചെടുക്കാം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് ജനീഷ് വന്നത്, അല്ലെങ്കിൽ ഒരു വർക്കിംഗ് പ്രസിഡൻ്റായിട്ട് മറ്റൊരാൾ വന്നത്, ഇത് രണ്ടും നിലവിൽ ഒരു വൈസ് പ്രസിഡൻ്റായിട്ട് നിന്നിരുന്ന അബിൻ വർക്കിയെ മാറ്റിക്കൊണ്ടു വന്നത് നമ്മൾ അറിഞ്ഞത്, അല്ലെങ്കിൽ എല്ലായിടത്തും കോൺഗ്രസിൻ്റെ അകത്തളങ്ങളിൽ നിന്നും പോലും പുറത്തേക്ക് വരുന്നത് അത് VD സതീശൻ്റെയോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയുടെയോ അല്ല. ഇത് തീരുമാനം KC വേണുഗോപാലിൻ്റേതാണ്. ഈ പറയുന്ന അബിൻ വർക്കി ഒരു രമേശ് ചെന്നിത്തലയായിട്ട് ചേർന്ന് നിൽക്കുന്ന, ആ ഗ്രൂപ്പുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരാളാണ് എന്ന നിലയ്ക്കൊക്കെയുള്ള വ്യാഖ്യാനങ്ങൾ വന്നു. പക്ഷേ KC വേണുഗോപാൽ എന്തെങ്കിലും പ്രത്യേക താല്പര്യത്തോടെയാണോ ഇത് ചെയ്തത്, അതോ പാർട്ടിയുടെ യൂത്ത് കോൺഗ്രസിൻ്റെ ആ ഒരു എന്താ പറയുക ഗുഡ് ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണോ ചെയ്തത്, ഇതൊന്നും തീർത്ത് പറയാൻ നമുക്കറിയില്ല. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, രണ്ട് വലിയ തെരഞ്ഞെടുപ്പുകൾ പടിവാതിൽക്കലെത്തി നിൽക്കെ കോൺഗ്രസിൻ്റെ അകത്തും യൂത്ത് കോൺഗ്രസിനകത്തും ഇത്തരത്തിലുള്ള പരിഭവങ്ങളും പരാതികളും ഉയരുന്നത് തീർച്ചയായിട്ടും ആ സംഘടനയ്ക്കും ആ സംഘടന നേതൃത്വം നൽകുന്ന UDF മുന്നണിക്കും ഗുണകരമല്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയും. നമുക്ക് കൃത്യമായി പറയാൻ കഴിയുന്ന, വളരെ ഖണ്ഡിതമായി പറയാൻ കഴിയുന്ന കാര്യം അതാണ്. അതായത് നമുക്കറിയാം, കോൺഗ്രസ് എതിരിടുന്നത് 10 വർഷക്കാലം പ്രതിപക്ഷത്തിരുന്ന ശേഷമാണ് വലിയൊരു തെരഞ്ഞെടുപ്പിലേക്ക് കോൺഗ്രസ് എത്തുന്നത്. ഇനി ഒരിക്കൽ കൂടി ഈ പറഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തേക്ക് പോകേണ്ടി വന്നാൽ, അല്ലെങ്കിൽ വീണ്ടും ഒരിക്കൽ കൂടി CPM നേതൃത്വം നൽകുന്ന ഇടതുമുന്നണി അധികാരത്തിൽ വന്നാൽ, UDF ഈ രൂപത്തിലും ഭാവത്തിലും കോലത്തിലും ഇനി ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഉണ്ടാകുമോ എന്ന് പോലും സംശയിക്കാൻ എല്ലാ ന്യായവുമുണ്ട്. ആ ഘട്ടത്തിൽ പോലും ഒറ്റക്കെട്ടായി അഭിപ്രായ ഭിന്നതകൾ സംഘടനയ്ക്കകത്ത് ഒതുക്കി വെച്ചിട്ട് ജനങ്ങൾക്കിടയിലേക്കും സ്നേഹിക്കുന്ന അല്ലെങ്കിൽ വിശ്വസിക്കുന്ന പ്രതീക്ഷിക്കുന്ന മനുഷ്യരുടെ ഇടയിലേക്ക് പുറത്തേക്ക് വരുന്ന ഒരു മെസ്സേജും ചിത്രം എന്താണ്? ഈ പാർട്ടിക്കകത്ത് പ്രശ്നം മാത്രമേ ഉള്ളൂ. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെ മാറ്റിയാൽ പ്രശ്നം, പുതിയ ആളെ വെച്ചാൽ പ്രശ്നം, വെച്ചില്ലെങ്കിൽ പ്രശ്നം. അതുപോലെ തന്നെ കോൺഗ്രസിൽ ഇപ്പോൾ ഒരു ജംബോ കമ്മിറ്റിയാണ്. 58 അല്ല 59 ജനറൽ സെക്രട്ടറിമാർ. എത്രയോ ഇതിൽ കൂടുതൽ ആളുകളെ എങ്ങനെയാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വെക്കുന്നത്? 13 വൈസ് പ്രസിഡന്റുമാർ, രാഷ്ട്രീയകാര്യ സമിതിയിലേക്ക് 6 പുതിയ അംഗങ്ങൾ. ഒരു പാതിന് നമുക്ക് അറിയാവുന്ന സകല പേരുകളും ഈ വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി, രാഷ്ട്രീയകാര്യ സമിതി, ഈ 3 ഘടകങ്ങളിലായിട്ടുണ്ട് ഒരുവിധം കേരളത്തിൽ അറിയപ്പെടുന്ന എല്ലാ കോൺഗ്രസ് നേതാക്കളും. എന്നിട്ടും നമ്മൾ കേൾക്കുന്നത് എന്താ? അതിൻ്റെ പേരിൽ ആക്ഷേപം ഉയരുന്നു, മുരളീധരൻ പിണങ്ങുന്നു, സുധാകരൻ പരിഹസിക്കുന്നു, അതുപോലെ തന്നെ അബിൻ വർക്കി, ചാണ്ടി ഉമ്മൻ തുടങ്ങിയവരെ പങ്കെടുപ്പിക്കുന്ന, അവർക്ക് ഒരു അക്കോമഡേഷൻ കിട്ടിയിട്ടില്ല, അതിൻ്റെ പേരിൽ ഓർത്തഡോക്സ് സഭ എതിരിടുന്നു. ശ്രീകുമാർ പറഞ്ഞതുപോലെ ന്യായങ്ങൾ പറയാം. പക്ഷേ സണ്ണിക്കുട്ടി എബ്രഹാം പറഞ്ഞതുപോലെ കൃത്യമായിട്ട് ഇതിൻ്റെ പശ്ചാത്തലവും ചരിത്രവും പറയാം. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് പോലും അറിയാത്ത രീതിയിൽ ഈ പാർട്ടിക്കകത്ത് ഗ്രൂപ്പുകൾ ഇപ്പോൾ ആരുടെ കൂടെയാണ്. പണ്ടൊക്കെ കൃത്യമായിട്ട് അറിയാം A ഗ്രൂപ്പിൽ ആരൊക്കെയാണ്, I ഗ്രൂപ്പിൽ ആരൊക്കെയാണ്. ഇപ്പം നമുക്ക് ഒരു പിടിയില്ല. ഈ I ഗ്രൂപ്പിൽ ആരൊക്കെയാണ്, അതിന് നേതൃത്വം നൽകുന്നത് രമേശ് ചെന്നിത്തലയാണോ, VD സതീശനാണോ, KC വേണുഗോപാലാണോ, അതോ KC വേണുഗോപാലിന് സ്വന്തമായി മറ്റൊരു ഗ്രൂപ്പുണ്ടോ? A ഗ്രൂപ്പിൽ ഈ പറഞ്ഞ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ A ഗ്രൂപ്പുകാരനാണോ, KC ജോസഫ് നയിക്കുന്ന A ഗ്രൂപ്പാണോ, അതോ തിരുവഞ്ചൂർ നയിക്കുന്ന A ഗ്രൂപ്പാണോ, അതുപോലെ സിദ്ദിഖ് നയിക്കുന്ന ഷാഫി എന്ന് പറയുന്ന പഴയ A ഗ്രൂപ്പ് നേതാവ് ആരുടെ കൂട്ടത്തിൽ? നമുക്ക് ഒന്നിനുമില്ലൊരു നിശ്ചയവും. ഈ രീതിയിലേക്ക് കോൺഗ്രസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആർക്കൊപ്പം? ഇപ്പോൾ പുതിയ രീതിയിൽ പുതിയ ചെറുപ്പക്കാർ എവിടെയാണ് കൂടുതൽ അവസരങ്ങൾ, അവർ വളരെ ബോധപൂർവം അല്ലെങ്കിൽ വളരെ തന്ത്രപൂർവ്വം നിലപാടുകൾ തരത്തിനൊപ്പിച്ച് മാറ്റുകയാണ്. ഞങ്ങൾക്ക് സാധ്യത എവിടെയാണ്?
ആരോടൊപ്പം നിന്നാലാണ് വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ തങ്ങൾക്ക് സാധ്യത, കൂടുതൽ അവസരങ്ങൾ. അപ്പോൾ രാഷ്ട്രീയം എന്ന് പറയുന്നത് സാധ്യതകളുടെ ഒരു കലയാണ്, അവസരങ്ങളുടെ ഒരു കല കൂടിയാണ്. അപ്പോൾ ഈ അവസരങ്ങളുടെയും സാധ്യതകളുടെയും കല വളരെ സമർത്ഥമായിട്ട് ഉപയോഗിച്ച് അവർ കളിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ വലിയ നേതൃത്വം അത് കണ്ടു നിൽക്കേണ്ടി വരികയാണ്. കിട്ടിയത് പോരാ എന്ന് പറഞ്ഞ് സദാ വിലപിക്കുന്ന നേതാക്കളെ നമ്മൾ കാണുന്നു. ഞാൻ ഇന്നലെ വേറൊരു ചർച്ചയിൽ പറഞ്ഞ പോലെ നമ്മുടെ ഖസാക്കിൻ്റെ ഇതിഹാസത്തിലൊരു കഥാപാത്രമുണ്ട്, അപ്പുക്കിളി. എത്ര കഴിച്ചാലും വയറ് നിറയാത്ത അപ്പുക്കിളി. രണ്ടമ്മമാർ ഇരുവശത്ത് വരുന്ന അപ്പുക്കിളിയെ അങ്ങനെ ഊട്ടിക്കൊണ്ടിരിക്കും. ഒരമ്മ ചോദിക്കും മാമു വേണവിടെ അപ്പുക്കിളിയെന്ന്. അപ്പോൾ അപ്പുറത്തെ അമ്മ എന്ന് പറഞ്ഞ് അപ്പുക്കിളി മൂളും. അപ്പുറത്തെ അമ്മ ചോദിക്കും ചക്കര പാവ് വേണം അവിടെ അപ്പുക്കിളിയെന്ന്. അങ്ങനെ രണ്ടുപേരും മാറി മാറി ഊട്ടി ഏതെങ്കിലും ഒരു ഗ്യാപ്പ് വന്നാൽ ഉടനെ അപ്പുക്കിളി പറയും ഇനിയും താടിയെന്ന്, ഇനിയും താടിയെന്ന്, ഇനിയും താടി എന്ന് പറഞ്ഞ് ഇങ്ങനെ വയറ് മാത്രം വളർന്ന് വല്ലാത്തൊരു രൂപമായി മാറുന്ന അപ്പുക്കിളി ഖസാക്കിൻ്റെ ഇതിഹാസത്തിലെ പ്രധാന കഥാപാത്രങ്ങളിൽ ഒരാളാണ്. അതുപോലെയാണ് കോൺഗ്രസിലെ പല നേതാക്കളും. എത്ര കിട്ടിയാലും പോരാ. ഒരാൾക്ക് ഒരു പദവി എന്നുള്ളത് പാലിക്കുകയല്ല ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ സംഘടനാ പദവിയും വേണം, MLA പദവിയും വേണം, MP പദവി വേണം, ഏത് വന്നാലും ഞങ്ങൾക്ക് വേണം എന്ന രീതിയിലേക്കുള്ള ഇതെങ്ങനെയാണ് ഒരു സംഘടനയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയുക? ഈ സംഘടനയ്ക്ക് എങ്ങനെ ജനങ്ങളുടെ വിശ്വാസം ആർജിക്കാൻ കഴിയും? ഒരു പരാമർശമുണ്ടായെങ്കിലും പാർട്ടിക്ക് വേണ്ടി ജയിലിൽ പോയവരെ പരിഗണിച്ചില്ല, പെട്ടി പിടിക്കുന്നവരെയാണ് പരിഗണിച്ചത് എന്നുള്ളത് കഴിഞ്ഞ ദിവസം ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ ഭാഗത്തു നിന്ന് വന്നൊരു പ്രതികരണമാണ്. അങ്ങനെ അത് പറഞ്ഞിറങ്ങിപ്പോയവർ പലരുണ്ട്. പഴയ KPCC ജനറൽ സെക്രട്ടറി ഉണ്ട്, അങ്ങനെ പലരുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഇപ്പൊ അങ്ങ് പറഞ്ഞതുപോലെ അവസരങ്ങളുടെ കലയാണ് രാഷ്ട്രീയം എന്ന് പറയുകയാണെങ്കിൽ പുതിയ തലമുറ നോക്കി നിൽക്കുകയാണ്. വെട്ടി നിരത്തപ്പെട്ടവരുടെ ഒരു വലിയ ലിസ്റ്റ് അവരുടെ മുന്നിലുണ്ട്. അപ്പൊ അങ്ങനെ പോകാതിരിക്കാൻ, എവിടെയെങ്കിലും രക്ഷപ്പെടാൻ, ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണല്ലോ. അവനവന്റെ നല്ല പ്രായം മുഴുവനും പാർട്ടി കൊടി പിടിച്ചും ഇടിമേടിച്ചും അടിമേടിച്ചും ഒക്കെ നടക്കുകയാണല്ലോ. സ്വാഭാവികമായിട്ടും നല്ല മാർഗം അക്കോമഡേഷൻ ആണെന്ന് അവർക്കും തോന്നുന്നുണ്ടായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.